How did you recover from your divorce issue? Sorry for this ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞാറ്റ ജിസ്ബി, അതായത് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് ഒരു Q&A ആണ്. അപ്പോൾ ഈ Q&Aക്കകത്ത് പുള്ളിക്കാരി ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ കുട്ടികൾ എടുക്കുന്ന തെറ്റായ ഒത്തിരിയേറെ തീരുമാനങ്ങളുണ്ട്. അതിനൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ്. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരിയേറെ എന്താ പറയുക, മറ്റുള്ളവരോട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ലൊരു ടോപ്പിക്. എന്നാൽ വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാച്ചാൽ നമ്മളെന്നത് എല്ലാ പെൺകുട്ടികളും വെച്ചാൽ ലാസ്റ്റ് ഡിസിഷൻ നമ്മുടെ സൂയിസൈഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഒക്കെ പുള്ളിക്കാരുടെ ഒരു ലൈഫിൽ പുള്ളിക്കാരി അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ്. കാരണം പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ലിസൺ ചെയ്തിട്ട് വരാം. ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് യു റിക്കവർ ഫ്രം യുവർ ഡിവോഴ്സ് ഇഷ്യൂ? സോറി ഫോർ ദിസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിക്കവർ ആയെന്ന് എന്താ പറയുക, നമുക്ക് മൂവ് ഓൺ ആവണം എന്തായാലും. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ലൈഫിൽ ജീവിക്കണം എന്ന് ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞുണ്ട്. സോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ആവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ജീവിക്കും. സോ നമ്മൾ അതിൽ നിന്ന് കര കയറി എന്തായാലും വരും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ടാണ്. അതെനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വന്നത് കേട്ടോ. കുഞ്ഞാറ്റ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അടുത്തുള്ളത്, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പലരും ഇങ്ങനെയുള്ള പല ഇഷ്യൂസിൽ കൂടെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ചിലപ്പം അവർ വന്ന് പറയും ഇതൊക്കെ അവരുടെ വിഷമങ്ങൾ അവർ പറയുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ അവരെ ലിസൺ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കായിട്ട് നമുക്കൊരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാൻ, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ, അവർക്കൊരു സപ്പോർട്ടാവാൻ, ഇത് ചിലപ്പോൾ നമ്മൾ മെൻ്റലി ആയിരിക്കും, നമ്മുടെ ഒരു വാക്കായിരിക്കാം അവർക്ക് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും കൊടുക്കുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് സ്പെയർ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ ചിലപ്പം ഒരാളുടെ ലൈഫ് ലോങ് നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റിയേക്കാം. അതുപോലെ ഇത് ഓരോരോ തെറ്റായ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല രീതിയിൽ, ഇപ്പം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ മാക്സിമം അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു ജീവിതം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ആർക്കും അതിലൊരു ഗുണവും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫായിരിക്കും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് കുഞ്ഞാറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഏറെ വിലക്കെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ വന്നത് കേട്ടോ. ഞാനിങ്ങനെ ഡിവോഴ്സ് ആവുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു. ചേച്ചി ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എനിക്കിങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് എങ്ങനെ മൂവ് ഓൺ ആവണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മേ ബി ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരിലോട്ട് എൻ്റെ ഒരു കാര്യം എത്തിയത്. പേഴ്സണലി നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കുഞ്ഞാറ്റ പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മൾ ഏതാണോ നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത് അതിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്, വെച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ തെറ്റായ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരെ കൺവിൻസ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ കുട്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞാറ്റി ഇപ്പം പറയുന്ന ഈ ഒരു കാര്യത്തിനോട് വെച്ചാൽ ശരിക്കും ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട കാര്യം, അതായത് ശരിക്കും അതിൻ്റെ ലൈഫ് മറ്റുള്ളവർക്കൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്തുമാത്രം സ്ട്രഗിൾ ആ കൊച്ചു ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുൻകാല വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് സന്തോഷത്തോടെ വന്നിരുന്ന അതിൻ്റെ ഫേസ്, അതിൻ്റെ സംസാരം എല്ലാം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും
അങ്ങനെ നിന്ന് സംസാരിച്ച് എപ്പോഴും കരഞ്ഞ് തൂങ്ങി നിന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. കാരണം ഇങ്ങനെ ഒരു ടോക്സിക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ കുട്ടി പുറത്ത് വന്ന് കഴിഞ്ഞ സമയം തൊട്ട് നമ്മൾ കാണുന്നതാണ് കുഞ്ഞാറ്റിനെ എന്ത് ബോൾഡായിട്ട്, എന്ത് ഇച്ചിരി കൂടെ ഒരു എന്നെ മച്യൂറായിട്ട് എല്ലാ കാര്യത്തിനും എത്ര എൻ്റെ സംസാരത്തിൽ പോലും അത്രമാത്രം ചേഞ്ചസ് ആണ്. ഇപ്പോഴാണെങ്കിലും പണ്ടത്തെ കുഞ്ഞാറ്റ് സംസാരിക്കുന്ന രീതിയും ഇപ്പോൾ കുഞ്ഞാറ്റ ഒരു സംസാരിക്കുന്ന രീതിയും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എത്രയോ നല്ല വ്യക്തമായിട്ട് നല്ലൊരു എന്താ പറയുക, നമ്മൾ പറയില്ല നല്ല കാര്യപ്രാപ്തി അല്ല കാര്യക്ഷമത വന്ന ഒരാൾ നിന്ന് സംസാരിക്കുന്ന രീതിയിൽ, അതായത് ജീവിതത്തിൽ അത്രയേറെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തി നിന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് കുഞ്ഞാറ്റയുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മുമ്പിൽ ഒന്നേ ഉള്ളൂ. ആ ജീവിതം നല്ലപോലെ കൊണ്ടുപോകാൻ നമ്മളെ എല്ലാവരെയും കൊണ്ട് പറ്റണം. അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് നശിപ്പിച്ച് കളയരുത്. നമ്മൾ അതിൽ നിന്ന് റിക്കവറായി ചാടി നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഇത്രയും ഉണ്ടെങ്കിലാണ് നമുക്കൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. കാരണം എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഇതില്ലാതെ എന്നെ ആരും നോക്കാനില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ട്, അപ്പോൾ അവനെ നോക്കണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവനെയൊക്കെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സോ നമുക്ക് ആദ്യം വേണ്ടത് എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിലൊക്കെ പുറമെ നമുക്ക് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. അത് നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത്രയും നമ്മളെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത്രയും കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് സമയം തരുന്നത് നമ്മുടെ ഫാമിലി ആയിരിക്കും. സോ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുക. അതായിരുന്നു വേണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി ഇത് പറയാനും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഒരു കാര്യമാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ തലമുറയെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഈ ഒരു കേസിലാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ കുട്ടിയൊക്കെ ഒരു പഠിച്ച് ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു ശരിക്കും ഒരു നല്ല പ്രൊഫഷൻ ഒന്ന് സ്റ്റേബിൾ ആവുന്നതിന് മുമ്പ് കല്യാണം, അതായത് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്ന ആളുകളാണ്. അതായത് ഈ തീരെ ചെറിയ പ്രായത്തിലെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ നമ്മൾ പലരുടെയും വീഡിയോസിൽ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 18 വയസ്സാവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട് വീട്ടിൽ നിന്ന് ചാടിപ്പോവാൻ. നമ്മളിപ്പോൾ ഈ നമ്മൾ പുറമേ കാണുന്ന ഒരു സൗന്ദര്യമൊക്കെ കുറച്ച് സമയത്തേനേ ഉള്ളൂ. ആ സൗന്ദര്യം കൊണ്ടുള്ള ഒരു ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ കഴിയും. നമ്മൾ ജീവിതത്തെ കാണാൻ തുടങ്ങും. നമ്മൾ ജീവിതം എന്നുള്ള ഒരു ശരിക്കിനുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഇറങ്ങി ആ ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ മുമ്പിലേക്ക് ഒത്തിരിയേറെ ആവശ്യങ്ങളും കാര്യങ്ങളും വരും. അപ്പം ഈ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എഡ്യൂക്കേഷൻ ഇതൊക്കെ ഈ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, അതായത് നമ്മൾ ആദ്യം നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യലി ആദ്യം സ്റ്റേബിൾ ആവാൻ നോക്കണം. അപ്പോഴത്തേനും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മുടെ ബുദ്ധിയും ബോധമൊക്കെ ഒന്ന് ഉറക്കുക. അപ്പം നമുക്ക് തെറ്റേതാണ്, ശരി ഏതാണ് ശരിയായ മാർഗം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടാവും. അതുവരെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്യണം. കാരണം ഈ 18-ാം വയസ്സിലും 17-ാം വയസ്സിലും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് എന്നാ കിട്ടാനാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ നിങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ, സ്നേഹിച്ചിട്ട് ഒളിച്ചോടി അല്ലെങ്കിൽ വലിയ സർക്കസ് കളിച്ച് ജീവിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള പിള്ളേർ നോർമലി എല്ലാവരും ഒരു കല്യാണം കഴിക്കുന്ന ഒരു ഏജ്, ഒരു 25-26 ഏജൊക്കെ. ബാക്കി കൂടെ പഠിക്കുന്നവരെല്ലാം പഠിത്തം കഴിഞ്ഞ് ഫിനാൻഷ്യലി സ്റ്റേബിളായി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേനും ഇവർ 10-18 വയസ്സാകുമ്പോൾ കല്യാണവും കഴിഞ്ഞ് ഒരു കൊച്ചുമായി, അത് കഴിഞ്ഞ് ഡിവോഴ്സായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് വീട്ടിൽ വന്ന് നിൽപ്പ് കാണും. സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും നേടാനായോ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ സ്നേഹിച്ചൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാരണവന്മാരുടെ കണ്ണീരും അതും ഇതും എല്ലാം നമ്മൾ കാണിച്ചിട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ നമ്മുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുവാണ്, സ്പോയിൽ ചെയ്യണം. ഇതിൽ നിന്ന് റിക്കവറായി പുറത്തിറങ്ങി വരാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ട ഒരു 18 വയസ്സായ ഒരു ചെറുക്കൻ കൊച്ച് ജീവിതം അവസാനിപ്പിച്ച ഒരു കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാ ന്യൂസിൽ കൂടെ കേട്ടു. അതായത് അവൻ സ്നേഹിച്ച വ്യക്തി, ആ പെൺകുട്ടി അവനെ ഇട്ടിട്ട് പോയി എന്നുള്ള ഒറ്റ കാരണത്താലാണ്. അതായത് ആ
അഫെയർ ബ്രേക്കപ്പ് ആയി എന്നുള്ളതിൻ്റെ പേരിലാണ് ആ ചെറുക്കൻ പോലും ഇതിൻ്റെ അകത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇന്നത്തെ അവനെ വളർത്തി വലുതാക്കിയ പേരൻസ് ഉണ്ട്. ആ പേരൻസിനെ പറ്റി അവനൊരു നിമിഷം ചിന്തിച്ചിട്ടില്ല. അവൻ ജനിച്ചപ്പം തൊട്ട് ഇന്ന് വരെ വളർത്തി അവന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച അവൻ്റെ പേരൻസിനെ പറ്റി ഒരു മിനിറ്റ് അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത് പോട്ടടാ എന്ന് വെച്ചിട്ട് പുതിയൊരു ലൈഫ്, അതായത് നല്ലൊരു ജീവിതം അവൻ അതിലും നല്ലതായിട്ട് അവൻ ജീവിച്ചത് മുമ്പോട്ട് ജീവിച്ച് കാണിക്കുക ചെയ്യേണ്ടത്. അവൻ അതുപോലും ചിന്തിക്കാതെ അവൻ ആ ലൈഫ് അവിടെ എൻഡ് ചെയ്യുക ചെയ്തത്. ആർക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്? ആ പേരൻസിനാണ്. അതുപോലെ ഒരു ഫാമിലി ലൈഫ് ഇതുപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, മൂവ് ഓൺ ചെയ്യാൻ നമ്മൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുമ്പം നഷ്ടം ആർക്കാന്ന് വെച്ചാൽ നമുക്കൊരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അകത്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ നല്ല രീതിയിൽ ചിന്തിച്ച് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കല്യാണം എന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു അഫെയർ എന്നുള്ളതല്ല ലാസ്റ്റ് ചോയ്സ്, അല്ല ലാസ്റ്റ് എന്താ പറയുക നമ്മൾ അടിവരയിട്ട് നിർത്തുന്ന കാര്യം അതല്ല. ഫസ്റ്റ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിരിക്കണം. എല്ലാ ആളുകളും പറയും എന്തിനാണ് കാശ്, എന്തിനാ കാശ് എന്ന് ചോദിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ബട്ട് നമ്മുടെ ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ട് നമുക്കൊരു ഏണിങ്സ് ഉണ്ടായിരിക്കണം. കാരണം ഇന്നത്തെ സൊസൈറ്റിയാണ് നമുക്ക് ഏതൊരു സമയത്ത് എന്തൊരു ആവശ്യം ഏതൊരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ ഇന്നല്ലേ നാളെ കടന്നു പോകാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ഒരു അത്രയ്ക്കും ടോക്സിക്കായിട്ട് ഒരു 80% ഒരു നല്ലൊരു ശതമാനം പെൺകുട്ടികളും ചിലരൊക്കെ തന്നെ ഈ വേണ്ടാത്ത തീരുമാനത്തിലേക്ക് എത്താനുള്ള കാര്യം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ലായിരിക്കാം. ആൻഡ് ദേ വോണ്ട് ഹാവ് എ പ്രോപ്പർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പം പ്രോപ്പറായിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യണം. പക്ഷേ നമ്മുടെ പാരൻസോ ഫാമിലി മെമ്പേഴ്സോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ഇവർക്ക് വരുന്ന ഇവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കും, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും, അത് അവരുടെ മുമ്പിലെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. അതിലും ഇതാവാതെ വരുമ്പോൾ അവർ തെറ്റായ തീരുമാനത്തിലേക്ക് പോകുന്നതാണ്. സോ നമുക്ക് ജീവിതമാകാം ബാക്കിയെല്ലാം, ബട്ട് നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി, നമ്മൾ ഫിനാൻഷ്യലി എപ്പോഴും സ്റ്റേബിളായിട്ട് നമുക്കൊരു ഇതുണ്ടാക്കാൻ നമ്മൾ നമ്മുടെ ലൈഫിൽ നോക്കുക. അല്ലാതെ എടുത്ത് ചാടി നമുക്ക് എന്തെങ്കിലും വന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ പറയാനല്ലേ, ഒരു ദേഷ്യത്തിനടുത്ത് കിണറ്റി ചാടിയ 10 ദേഷ്യത്തിന് അതിൽ നിന്ന് ചിലപ്പോൾ തിരിച്ച് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ചിന്തിച്ച് നല്ലൊരു ബോധ്യത്തോടെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞാറ്റ എടുത്ത തീരുമാനത്തോട് ഞാൻ എപ്പോഴും യോജിക്കുന്നു. കാരണം ഈ കുട്ടീനെ ഞാൻ ഇതിൻ്റെ തുടക്കം തൊട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ കാണുന്നതാണ്. ഒരിക്കൽ പോലും ഈ കുട്ടി ഒരു സന്തോഷത്തോടെ വന്ന് നിന്നൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇപ്പം അത് ഞാൻ പറയട്ടെ, ആ കുഞ്ഞാറ്റിനെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അത് ക്ഷീണിച്ച എല്ലും തോലുമായി. നമ്മൾ കണ്ടാൽ തന്നെ എല്ലാവരും പറയുമായിരുന്നു ശരീരം ഒന്ന് ശ്രദ്ധിക്കുക, നന്നാവാൻ വേണ്ടി നോക്കുക എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. മേ ബി അതിൻ്റെ ഒരു മെൻ്റൽ സെറ്റപ്പ് ഓക്കെ അല്ലാത്തത് കൊണ്ടായിരുന്നിരിക്കുക അത് അങ്ങനെ ഇരുന്നിരുന്നത്. ബട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി ഇരിക്കുന്നത് എന്ത് ബോൾഡായിട്ട് എന്ത് പ്ലസൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന കാലത്ത് നമ്മുടെ ആ സ്ട്രെസ്സ് നമ്മളെ തന്നെ ഇല്ലാതാക്കും. ബട്ട് ആ കുട്ടി എടുത്ത ഒരു തീരുമാനം ഉണ്ടല്ലോ, അതിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അത് അതിൻ്റെ ജീവിതം മുമ്പോട്ടും നയിക്കാൻ വേണ്ടി ആ കൊച്ച് അതിൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ ഓർത്തു. ഞാൻ വേണം എൻ്റെ മകന്, ഞാൻ ഒരാൾ വേണം, ഞാൻ ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിൾ ആവണമെന്ന് ഓർത്ത് ആ കുഞ്ഞിന് വേണ്ടതെല്ലാം കരുതുന്നുണ്ട്. സോ ആ കുട്ടി ചെയ്ത ഒരു കാര്യത്തെ നമ്മൾ എന്നും അപ്രിഷ്യേറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ.
അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഈ തെറ്റായ തീരുമാനങ്ങൾ നമുക്ക് വേണ്ടാത്തൊരു ചിന്ത വേണ്ടാത്തൊരു സമയത്ത് തോന്നും നമ്മൾ ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന വേറെ ആരെയും നോക്കണ്ട, നമ്മളിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ അവരെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും മുമ്പോട്ടേക്ക് നമുക്ക് ജീവിക്കാനൊരു പ്രചോദനമായിട്ട്.